പി വി അൻവറിന്റെ UDF പ്രവേശത്തിൽ മുസ്ലിം ലീഗ് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളിൽ ലീഗിനുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട്. അൻവറിന് വേണ്ടി ലീഗ് കോൺഗ്രസിനോട് സംസാരിക്കണോ എന്നൊരു വിഭാഗം ചോദിച്ചു. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ UDFന്റെ ദൗർബല്യമായി ചിത്രീകരിക്കപ്പെടും എന്ന അഭിപ്രായമുണ്ട്. റാഫി കരീമുണ്ട് വിശദാംശങ്ങളുമായി. റാഫി, ഈ വിഷയത്തിൽ PK കുഞ്ഞാലിക്കുട്ടി മുൻകൈ എടുത്തുകൊണ്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെയാണ് നടന്നത്. പി വി അൻവറിനും മുസ്ലിം ലീഗിൽ പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി പാണക്കാട് തങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഭിന്നാഭിപ്രായം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്? അനുജ, ലീഗിന്റെ അകത്തു നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അൻവറിന് വേണ്ടി ലീഗ് ഇത്തരമൊരു റോൾ വഹിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. കാരണം അൻവറിനെ UDF പാളയത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസിനാണ് പ്രധാനമായും പ്രശ്നങ്ങളുള്ളത്. ഈ കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ നേരത്തെ തന്നെ ലീഗ് അൻവറിനെ UDF മുന്നണിയുടെ ഭാഗമായി സഹകരിപ്പിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മധ്യസ്ഥത റോള് ലീഗ് ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് പ്രവർത്തകർക്കിടയിലെ വികാരം. ഒപ്പം തന്നെ നിലമ്പൂരിലെ പ്രാദേശിക പ്രവർത്തകർക്കിടയിലും അൻവറിനെ ലീഗ് മുന്നണിയിലെടുക്കുന്നതിൽ എതിർപ്പുകളുണ്ട്. അതിൽ ലീഗ് വഹിക്കുന്ന റോളുമായി ബന്ധപ്പെട്ടും എതിർപ്പുകളുണ്ട്. കാരണം നേരത്തെ അൻവർ നടത്തിയ പരാമർശങ്ങളാണ് പ്രാദേശികമായ ലീഗ് നേതൃത്വത്തിനെതിരെയും ഒപ്പം തന്നെ പാണക്കാട് തങ്ങൾമാർക്കെതിരെയും സംസ്ഥാന ലീഗ് നേതൃത്വത്തിനെതിരെയും എല്ലാം അൻവർ മുൻപ് നടത്തിയ പരാമർശങ്ങൾ തന്നെയാണ്, പ്രതികരണങ്ങൾ തന്നെയാണ് ലീഗിലെ എതിർപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അൻവറിനെ UDF മുന്നണിയുടെ ഭാഗമാക്കുന്നതോടുകൂടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിന് ഒരു സീറ്റ് നൽകേണ്ടി വരും. ആ സീറ്റ് മലപ്പുറം ജില്ലയിൽ നിന്നാകും. അങ്ങനെയെങ്കിൽ UDF മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഏറ്റവും അധികം സീറ്റുകളുള്ള ജില്ലയാണ് മലപ്പുറം. അവിടെ മുസ്ലിം ലീഗിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു സീറ്റ് ലഭിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അത് തടസ്സമായി ഇത് വരില്ലേ എന്നുള്ളൊരു ചോദ്യവുമാണ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയരുന്നത്. എന്തായാലും ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗിൽ തന്നെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണുള്ളത്. അൻവറിന് വേണ്ടി ഇത്തരത്തിലൊരു മധ്യസ്ഥ റോള് മുസ്ലിം ലീഗ് ഏറ്റെടുക്കണോ എന്നുള്ളതാണ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻവർ ഇന്ന് പത്രസമ്മേളനത്തിലടക്കം പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയൊക്കെയാണ് അല്പം അനുകമ്പയോടുകൂടി സംസാരിച്ചതെന്നാണ്. ഇന്നലെ ഈ VD സതീശിന്റെ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ കുഞ്ഞാലിക്കുട്ടിയുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അബ്ദുൾ വഹാബിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ഒപ്പം തന്നെ ഇന്നലെ പകൽ രാവിലെ 10 മണിയോടുകൂടി കുഞ്ഞാലിക്കുട്ടിയുടെ വസതിയിലെത്തിയും അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇത്തരത്തിൽ UDFിലേക്കുള്ള അൻവറിന്റെ പ്രവേശനത്തിന് കോൺഗ്രസ് ഒരു പ്രതികരണം നൽകാതിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അൻവറിന്റെ ഡിമാൻഡുകൾ UDFിൽ കോൺഗ്രസിന് മുന്നിൽ നടപ്പാക്കിയെടുക്കുക എന്ന ലക്ഷ്യം അൻവർ നടപ്പാക്കുന്നതോടുകൂടി UDFിന്റെ ദൗർബല്യമായിരിക്കും തുറന്നു കാട്ടപ്പെടുക എന്നുള്ള തരത്തിൽ ചർച്ചകൾ നടക്കുമെന്നുള്ളതാണ് ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ആശങ്ക. അതാണ് അൻവറിന് വേണ്ടി ലീഗ് അത്തരത്തിലേക്ക് നിന്നു കൊടുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായമാണ് മുസ്ലിം ലീഗിൽ നിലവിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്.